മകനെ 22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മയാണ്. അവൻ്റെ ബർത്ത്ഡേ ആണ് 29-ാം തീയതി എന്ന് പറഞ്ഞ നാളെ. അവൻ്റെ ആണ് സഞ്ചാരം. തല്ലി തല്ലി ചതച്ച് കളഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നു മകൻ്റെ മോഹം. ഈ 8 പേര് ഈ പ്രതികളെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ഒരു അമ്മയുടെ ഒരു താഴ്മയായ ഒരു അപേക്ഷയാണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. നമസ്കാരം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, നമ്മെ എല്ലാം ഞെട്ടിച്ച അതിക്രൂരമായ ഒരു സംഭവമായിരുന്നു പൂക്കാട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന 2ാം വർഷ വിദ്യാർത്ഥിയുടെ കൊലപാതകം. SFIയുടെ ഗുണ്ടകൾ തുടർച്ചയായി മർദ്ദിക്കുകയും നഗ്നരാക്കി മർദ്ദിക്കുകയും ശേഷം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ 2 ദിവസം അടച്ചിട്ട റൂമിൽ കിടത്തിയ ശേഷം തൂക്കിക്കൊല്ലുകയായിരുന്നു. അത് നമ്മളെ മനസ്സിലുണ്ടാക്കിയ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ തീരുന്നതിന് മുമ്പ് ഇതാ വീണ്ടും പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗുണ്ടാ മാഫിയ ടീം, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 2 തരം ആളുകളുണ്ട്, സാധാരണക്കാരും പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ ടീമും. ഈ ഗുണ്ടാ മാഫിയ ടീം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനും അതേപോലെ എല്ലാ തട്ടിപ്പുകൾക്കും അടിമകളാണ്. അവർ സകല വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തും. അവരാണ് ഈ സമൂഹത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്, അവരാണ് സമൂഹത്തിലെ എല്ലാ തട്ടിപ്പുകളും നിയന്ത്രിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ആർക്ക് നീതി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ്. ഇവർക്ക് പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധമുണ്ട്. പിണറായി വിജയൻ്റെ ഓഫീസ് നിർദ്ദേശം കൊടുക്കും പോലീസിന്, പോലീസ് അതനുസരിച്ചില്ലെങ്കിൽ അവിടെ പിന്നെ ആ ഉദ്യോഗസ്ഥന് നിലനിൽപ്പില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിൽ അഭിരാം എന്ന് പറയുന്ന 22 വയസ്സുള്ള മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ, DYFI പ്രവർത്തകനെ CPMൻ്റെ പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ ടീമിൽപ്പെട്ട ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ച്, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് അവസാനം ആ പയ്യൻ ഇനി ജീവിക്കണ്ട എനിക്ക്, കാരണം എൻ്റെ ശരീരം കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എൻ്റെ ശരീരം മറ്റൊന്നിനും ഉപകരിക്കില്ല, ഇനി നാളത്തേക്ക് മറ്റുള്ളവർക്ക് ഭാരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൂങ്ങി മരിച്ചത്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിൽ യഥാർത്ഥ പ്രതികൾ പെരുമ്പളം ദ്വീപിൽ തന്നെയുള്ള ഒരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളാണ്. കൊല്ലപ്പെട്ടവൻ DYFIക്കാരൻ, കൊന്നവർ DYFIക്കാർ, മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ. എന്നിട്ടും പോലീസിന് ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികൾ എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി മയക്കുമരുന്ന് രോഗിക്ക് അടിമപ്പെട്ട് അവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ ഇത്തരം കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം പിടിക്കാൻ കഴിയുമെന്നിരിക്കെ പോലീസിന് അനങ്ങാൻ പറ്റാത്ത പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അവിടെ എന്താണ് നടക്കുന്നത്? ആ കുട്ടി അഭിരാമിൻ്റെ അമ്മ ഉഷ നമ്മളോട് പറയുന്നു, അവിടെയുള്ള അതേപോലെ സഹോദരി പറയുന്നു, അവിടെയുള്ള നാട്ടുകാർ നമ്മളോട് പറയുകയാണ്. ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നാളെ ഇത് ആർക്കും സംഭവിക്കാം, ഏത് സമയത്തും ഈ ഗുണ്ടാ മാഫിയ സംഘം നമ്മെ ആക്രമിക്കാം. ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി വിജയൻ എന്ത് തമ്മാടിത്തരം കാണിക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും, നമ്മുടെ പെൺകുട്ടികൾക്ക് മാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ അവസ്ഥയിലേക്കാണ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിക്കുക, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കുക, ഇനി ജീവിക്കാൻ പറ്റാത്ത തരത്തിലാക്കിയ ശേഷം പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ആ ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അഭിരാം തൂങ്ങി മരിച്ചത്. അതിൽ അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഈ സമൂഹത്തിനോട്. ഞാൻ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? അതാണ് ആ ചോദ്യം. അത് പിണറായി വിജയനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനായ പിണറായി വിജയനോട്. ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭിരാമിൻ്റെ 22ാം ജന്മദിനമാണ് നാളെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഞ്ചയനമാണ് നാളെ നടത്തുന്നത്. ആ അമ്മയുടെ ദുഃഖം ആരോട് പറയും? നമുക്ക് ക്രൈമിൻ്റെ ലേഖകർ അവിടെ ചെന്ന് പകർത്തിയ അനുഭവങ്ങൾ, അവിടെയുള്ള അമ്മയുടെയും അതേപോലെ ബന്ധുക്കളുടെയും എല്ലാം അനുഭവങ്ങൾ കേട്ടാൽ നമ്മൾ തീർച്ചയായും കരഞ്ഞു പോകും. നമുക്ക് ഒന്ന് കേൾക്കാം.
എനിക്ക് എൻ്റെ മകനെ തല്ലിയവരുണ്ട്. എനിക്ക് അവരാ എൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും വേണം. ഒരു കാലത്ത് അവർക്കൊരു നീതി മേടിച്ചു കൊടുക്കരുത്. അവൻ കാരണമാണ് എൻ്റെ മകൻ തല്ലിനിരയായി. ഒരാൾ ചോദിക്കാനുമില്ലായിരുന്നു. അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ കൊച്ച, അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കൊച്ച. ഇനി ഒരു മക്കൾക്കും ഒരു അമ്മയ്ക്കും ഇനി ഒരു കാലത്തും എന്നെപ്പോലൊരു സങ്കടക്കടലാകരുത്. ഒരു മകനെ 22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മയാണ് ഞാൻ. അവൻ്റെ ബർത്ത്ഡേ ആണ് 29-ാം തീയതി എന്ന് പറഞ്ഞ നാളാണ്. അവൻ്റെ ആണ് സഞ്ചാനം. തല്ലിനിരയായവനാണ്. തല്ലി ചതച്ച് കളഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ മുഖം. എന്നെ ഒരിടത്തും തൊടിയിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ആരും ചോദിക്കാൻ വന്നിട്ടില്ല. 10 മണി വരെ ഞാൻ ചോദിക്കാം. ആ 10 മണി കഴിഞ്ഞിട്ട് ഇതുവരെ. അപ്പം ഇനി ഒരു കാലം ഇനി ഒരു കുഞ്ഞുമക്കൾക്കും ഒരിരയാകരുത് ഇവനെ എന്തോരം ഇവനെ ജയിലിൽ അടക്കുന്നതിന് മുമ്പ് ഈ 8 പേര് ഈ പ്രതികളെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ഒരു അമ്മയുടെ ഒരു താഴ്മയായ ഒരു അപേക്ഷയാണ്. അമ്മ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് സമൂഹത്തോട് പറയാനുള്ളത്? സംഭവിച്ചത് ഈ എൻ്റെ ഒരു മകനെ തല്ലാൻ ഇവരൊരു കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കല്യാണ വീട്ടിൽ വെച്ച് വാക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ മനു എന്ന് പറയുന്ന സുരേഷിൻ്റെ മകൻ മനു, അവൻ പിള്ളേരെ തല്ലി എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ കൂടെ പോകാൻ പറ്റില്ലല്ലോ മോനെ. അപ്പം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവനോട് പറഞ്ഞ് ഇവനെ കണ്ട്. അപ്പം ഇവൻ്റെ കൂടെ ഒരു 3 പിള്ളേർ +2 പഠിച്ചവരുണ്ടായിരുന്നു. അവർ ഒന്നും ഇവനെ ആക്രമിച്ചില്ല. 13 പേരാ മറ്റായിരുന്നു ഈ സംഘക്കാരിൽ. ഇതിൽ 3 പേര് അവനോടൊന്നും ചോദിച്ചില്ല. അപ്പം ഇവനോട് പറഞ്ഞ് ആ വീട് വഴി അവനെയും കാണിച്ച് അവൻ്റെ വീട് കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അവൻ്റെ വീട് കണ്ടിട്ടില്ല, നീ കണ്ടെന്ന് കാണിച്ചു തരോളം നിന്നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ, നിന്നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അപ്പം ഇല്ല, അബ്രാം കാണിക്കില്ല, അതിനെനിക്ക് സാധിക്കുകയില്ല, സാധിച്ചില്ലെങ്കിൽ നിനക്കിരിക്കട്ടെ, പിന്നെ നീ കാണിച്ചില്ലെങ്കിൽ എന്നാൾ കൂടി കിട്ടിയാലും അവൻ്റെ കഴുത്ത് ഞങ്ങൾ എടുത്തിട്ടേ പോകൂ. അപ്പോൾ ഇത് ആരെയാണ് അന്വേഷിക്കുന്നവർ? അഭിരാമിനോട് ആരെക്കുറിച്ച് ചോദിച്ചത്? മനു എന്ന് വെച്ചാൽ സുരേഷിൻ്റെ മകൻ മനു എന്ന് വെച്ചാൽ അവർ കൂട്ടുകാരാണ്. അപ്പം അവൻ പറഞ്ഞ എന്തെന്നാണ് ഞാൻ ചോദിച്ചു, മകൻ എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല? അമ്മ പ്രതികരിക്കാഞ്ഞ കാരണം നാളെ നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് ഈ തല്ല് കണ്ട് കത്തി പെടലിക്ക് വെച്ചുകൊണ്ടാണ് എന്നെ ആ വീടിൻ്റെ വാതിക്ക് വരെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തല്ലല്ലേ അവനെ തല്ലല്ലേ ചേച്ചി മോളമ്മ ചേച്ചി പറഞ്ഞു. അത് പറഞ്ഞാലും ഇവർ തല്ലിക്കൊണ്ടായിരിക്കണം. അപ്പം എൻ്റെ വീടിനകത്ത് കയറിയ തല്ലാൻ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞമ്മേ. എന്നിട്ട് ഇവർ സമ്മതിച്ചില്ല, തല്ല് തന്നെയായിരുന്നു. ഞാൻ തൊഴുതു പിടിച്ചണ്ട് അവരുടെ മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ അവരുടെ അരക്കിറ്റും വാളും വടിവാളും ഒക്കെ ഇട്ടിരിക്കണം. അപ്പം വീശിയാൽ ഈ ചേച്ചിക്കിട്ടും അമ്മയ്ക്കും ഒക്കെ കൊള്ളും. ഞാനത് പ്രതികരിക്കാതിരുന്ന അവരുടെ വീട് പോകൂലല്ലോ അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചല്ലടം ഇവനെ എന്താണ് നീ കാണിച്ചു കൊടുക്കാൻ? അമ്മ ഒരു സ്വപ്നമല്ലേ അമ്മേ, ഒരു വീട് അവിടെ ഉണ്ടാക്കിയിട്ടേക്കണം, അതും തെല്ലുന്നിരിക്കും, ഇവനെയും കൊല്ലൂലേ അമ്മ എൻ്റെ കൂട്ടുകാരനെ. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ മേലാതെ. എന്തുകൊണ്ടാണ് മറ്റേ കൂട്ടുകാരനോട് ഇത്ര ശത്രുത അവർക്ക്? എന്തുകൊണ്ടാണ്? അവരൊരാളെ തല്ലി, അവരുടെ ഒരാളെ കൂട്ടത്തിൽ തല്ലുകയും ചെയ്ത് കണ്ണട നശിപ്പിക്കുകയും ചെയ്തു. അതിലാണ് കാരണം ഉണ്ടായത്. അതാണ് വിഷയം, അതാണ് തുടക്കം. എന്നിട്ട് ഈ കൂട്ടുകാരനെ കാണിച്ചു തരാൻ വേണ്ടി അഭിരാമിനോട് പറയായിരുന്നു, കാണിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ജീവൻ കളഞ്ഞാലും ഞാൻ അത് കാണിച്ചു തരില്ല. അതിൻ്റെ വൈരാഗ്യമായിരുന്നു എൻ്റെ മകനെ തല്ലി ഇത് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ മുഖം. എവിടെ മകനെ ഒന്ന് കാണട്ടമ്മ എന്ന് ചോദിച്ചു. ഇതമ്മ കാണാനുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബനിയനൊന്നും ഊരമ്മ ഒന്ന് കാണട്ടെ, ഇത്തിരി ഉപ്പുവെള്ളം ചൂടാക്കി കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് നടക്കില്ലമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ 4:15 സംഭവം 10 മണി വരെ എൻ്റെ മകൻ പറഞ്ഞു ആരെങ്കിലും ചോദിക്കാൻ വരികയാണെങ്കിൽ അമ്മ ഞാൻ ഇന്നടത്തുണ്ട്. 10 മണി വരെ എൻ്റെ വീട്ടിൽ ഒരാളും ചോദിക്കാൻ വന്നില്ല. അപ്പം എൻ്റെ മകന് വളരെ പ്രയാസമായി. ഞാൻ എന്നിട്ട് ഇവനോടൊരു വാക്ക് പറഞ്ഞു, നേരം വിളിക്കട്ടെ മോനെ, ഈ തല്ലിയവൻ്റെ വീട്ടിൽ അമ്മ കൊണ്ടുപോകാം മോനെ, അമ്മയുടെ അടുക്കലിൻ്റെ ഇല്ലമ്മ. ആ ഒരു സമാധാനം അമ്മയുടെ അഭിരാമിനുണ്ടാകിയല്ല.
എനിക്ക് ഒന്നല്ലേ അവനെ തല്ലണേ, അല്ലെങ്കിൽ ചോദിച്ചെന്നാ ഈ അവൻ്റെ മുന്നിൽ എന്നെ എന്തിനു തല്ലിയെന്നൊന്ന് ഇവർ ജനങ്ങൾ കൊണ്ടുപോയി ചോദിക്കണം. അതാണ് എൻ്റെ ഇത്. അല്ലാതെ എനിക്ക് വേറെ ഒരു വഴക്കും ഇല്ല. പക്ഷെ എന്നെ കണ്ടവരാരും ഒന്നും പറഞ്ഞില്ല, ഈ ചെയ്ത ഇതിലാരും ഒന്നും പറഞ്ഞില്ല. അപ്പം എനിക്ക് മനസ്സിൽ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് പ്രതികരിച്ചില്ല. ഈ നാട്ടുകാർ പ്രതികരിച്ചില്ല. ഒരു വിഷമം, മാനസികാവസ്ഥ ഉണ്ടായ എൻ്റെ മോന്. എന്നുവെച്ചാൽ 10 മണി വരെയും കാത്ത് ആരെങ്കിലും വരുമെന്നും പറഞ്ഞു വന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്താന്ന്, ഞാൻ 6 മണിയാകുമ്പോൾ പോകും ചെമ്മീൻ കിള്ളാൻ, 6 മണിയാകുമ്പോൾ പോകും, 6 മണിക്ക് തിരിച്ചും വരും. ഞാൻ വരുമ്പോൾ കണ്ട സീൻ എൻ്റെ മകൻ്റെ മാനസികാവസ്ഥയാണ്. എന്തോരം കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്ന, ഒരു അച്ഛനില്ലാതെ വളർത്തിക്കൊണ്ടുവന്നൊരു മകനാണ്. അപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ എനിക്ക് അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണ 8 പേര് പ്രധാനികൾ പേരെഴുതിയിട്ടുണ്ട്. അവൻ മരിച്ച ഇതിൽ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ 3 പേരുടെ പേരെ കൊച്ചിന് കിട്ടിയിരുന്നു, ബാക്കിയുള്ളവരെ എഴുതിയിട്ടില്ല. എന്നാൽ 8 പേരുണ്ട് ഇതിൽ നല്ല ചത കൊടുക്കാൻ. 8 പേര്. ഇതിന്റെ പിന്നിൽ ഒരാളാണ് കൂടുതൽ തല്ലിയത്. എന്നിട്ട് ആ തല്ലുകൊണ്ട് വന്നതിന് ശേഷം ആളുകൾ പ്രതികരിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരാൾ ഒരിടത്ത് വന്ന 4 മണിക്ക് ഉണ്ടായ സംഭവമല്ലേ, ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ, ആരും ചോദിച്ചില്ല. അപ്പം എനിക്ക് ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. ഈ ആൾക്കാരൊക്കെ പങ്കെടുത്ത കല്യാണമായിരുന്നോ? കല്യാണത്തിന് എല്ലാവരും കല്യാണം വീട്ടിൽ വെച്ച് നമ്മളൊക്കെ ഇവിടെ ആയിരുന്നു, കുറച്ച് അകലായിട്ട് മാറിയായിരുന്നു കല്യാണം. പക്ഷെ കല്യാണത്തിൽ വെച്ച് ഉണ്ടായ സംഭവം ഇവിടെയുള്ളവരാരും അറിഞ്ഞില്ലായിരുന്നു. കല്യാണത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം, കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച കല്യാണം, തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നേക്കണത്. അന്നേരം കൊച്ചു പാടത്ത് കളിക്കാനിരിക്കുന്നു, കുഞ്ഞു മക്കളുമായിട്ട് പന്ത് കളിക്കാൻ. പന്തിന് വലിയ കലക്കൊരു ഇതുള്ളതാണ്. അപ്പം ആ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരമ്മ വന്നിട്ടും പറഞ്ഞു, മകനെ പൊക്കോല്ലോ, വരുന്നുണ്ട് ഇവരൊക്കെ കൂടെ ഒന്ന്. കൊച്ചെന്ത് ചെയ്തെന്നറിയാം, കുഞ്ഞു മക്കളെ പറഞ്ഞു വിട്ട് മക്കൾ പൊക്കോന്നും പറഞ്ഞു. അപ്പുറത്തൊരു സംഘം കിടപ്പുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഓടിക്കേറി. പക്ഷെ അവരവിടെ നിന്ന് ഓടിക്കേറിയാണ് പാടത്ത് വഴി വലിച്ചുന്തി താഴെയിലിട്ട് മർദ്ദിച്ച്, അവിടെ ഇട്ട് പൊക്കി. അങ്ങനെ അപ്പുറത്തെ മോളമ്മയെന്ന് പറയുന്ന രജിത സുധീഷാണ്, അവരുടെ മകള് കണ്ടുവെച്ചും പറഞ്ഞ അഭിനെ ഇട്ടുണ്ട് പാടത്തിട്ട് തല്ലണുണ്ട്. അഭിരാമെന്നാ പേര്, അഭി എന്നാ വിളിക്കുന്നത്. അഭിരാമിനെ തല്ലണുണ്ടമ്മയെന്ന് പറഞ്ഞു. ഇത് അയ്യോ കൊട്ടിക്കൊണ്ട് പിടിച്ച് വലിച്ചുകൊണ്ട് അവരുടെ വീട് വരെ വന്നപ്പോൾ കത്തി കഴുത്തിന് വെച്ചാൽ എൻ്റെ മാന അവിടത്തോളം കൊണ്ടുവരും. അപ്പം ഏതൊരു മക്കൾക്കും ഉള്ളിനോടൊരു ഭയമില്ലേ, കൈ തൊഴുത് പിടിച്ചോണ്ട് പറഞ്ഞ് ചെയ്യരുത്, എന്നെ തല്ലണേൻ്റെ കാരണം എന്താണെന്ന് കാരണം പറയണമെങ്കിൽ നീ ഇത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞു. കാരണം ഒരു കൂട്ടുകാരനെ ഒറ്റ കൊടുക്കാൻ മനസ്സ് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്വപ്നമല്ല, അവർ തല്ലി തകർത്താലോ എന്നൊക്കെ ചിന്തിച്ചു പോയി വച്ച്. അത് കാരണം അവനെ കാണിച്ചു കൊടുത്തില്ല. അതും പറഞ്ഞാണ് എൻ്റെ മകനെ തല്ലി ചതച്ചെന്ന് പറഞ്ഞാൽ ചതച്ചവനാ. എന്നുവെച്ചാൽ നമുക്കൊരമ്മയ്ക്ക് കാണാൻ പെടുന്ന പാട് കാണിച്ചില്ല. മറ്റെന്തെങ്കിലും പോയാൽ ഞാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യും. അതുപോലെ ഞാനൊന്ന് കരഞ്ഞ സങ്കടമാണ്, എൻ്റെ അമ്മ കരഞ്ഞ എനിക്കിതായി പോകുന്നു. അങ്ങനെ വളർത്തിയതാണ്. എന്നിട്ടും ഇതിൻ്റെ ഒരു കാരണങ്ങളും ഇപ്പോൾ വരെ ഉണ്ടായില്ല. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളു, എന്തെല്ലാം വന്നാലും ശരി ഇവരെ 8 പേരെ എൻ്റെ മുന്നിൽ കൊണ്ടുവരികയും വേണം. ഇനി ഇതുപോലെ ഇട്ടുമൂടി ഒരമ്മമാരും എന്നെപ്പോലൊരു സങ്കടക്കടല ആകരുത്. ഇനി ഒരു കുഞ്ഞുമക്കൾക്കും തല പോകരുത്. അവൻ പറഞ്ഞേക്കണ എല്ലാ മക്കളെയും തലയെടുക്കുമെന്നാണ് ആ വ്യക്തികൾ പറഞ്ഞേക്കണം. ഈ തല്ലിയവർ പറഞ്ഞേക്കണം. അതുകൊണ്ട് ഇനി ഒരമ്മമാരും എങ്ങനെ കരയാൻ ഒരവസരം പാടത്തുനിന്ന് തല്ലിയിട്ട് അതിനുശേഷം പിന്നെ അവിടുന്ന് നമ്മുടെ റോഡ് വരെ ആ വീട് വരെയും തല്ലി വന്നു. തല്ലി ഓരോ വാക്കുകളും പറഞ്ഞു താടാന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ മിണ്ടിയല്ല. വീടൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ വാദിക്കായിട്ടും കയറി തല്ലിയപ്പോൾ അവിടുത്തെ രക്ഷകർത്താവ് അവൻ പറഞ്ഞു ഇവിടെ ഇട്ട് തല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ തല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നേരെ ചൂടായി. ഇവര് മറടൊന്നും പറഞ്ഞു എന്ന് അങ്ങനെ ഉണ്ടായി. അപ്പം പിന്നെ എന്ത് പറയാനാ, പിന്നെ അവർ പെരക്കകത്ത് കയറ്റി വാലടച്ചൊരു അവിടെ ഇരുന്നെന്ന് പറയും. ഇവർ പോയെന്ന് പറഞ്ഞത് ഉന്തി തള്ളി എൻ്റെ അകത്തേക്ക് ഇട്ട് വാതിൽ അടച്ച് രക്ഷപ്പെടുത്തി വരും. പിന്നെ അന്ന് വൈകിട്ടാണ് പുള്ളിക്ക് പിന്നെ ജീവിക്കണ്ടെന്നുള്ളൊരു നിലപാടിലേക്ക്, എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനും ആരും ഉണ്ടായാലും കൊച്ചു ഒറ്റപ്പെട്ടു പോയി എൻ്റെ മകൻ. വെച്ചാൽ ഒരമ്മ
അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളിപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്നുള്ളൊരു വാക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ അടുക്ക് വരാനോ എന്നെ കാണാനോ എന്നെ അമ്മയെന്ന് പറയുന്ന ഒരു പൊന്നുപോലെ എന്നെ എൻ്റെ മകൻ എൻ്റെ അമ്മ എന്നുള്ള പിന്നെ എന്നെ അന്നത്തെ ദിവസം എൻ്റെ അടുക്കേ വന്നു പോയിരുന്നു, പോക്കോണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ ഇങ്ങനെ പറയണം, അമ്മേനെ ഭയങ്കര ഇഷ്ടമല്ലേ അമ്മ എന്ന് പറയാം. ഇഷ്ടമൊക്കെ ഇന്ന് എനിക്ക് കാണണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇവിടുന്ന് 10 മണിയായപ്പോൾ ചോറും മേടിച്ച് നിന്ന് കയ്യും കഴുകി ഇവിടുന്ന് പോയതാണ്. പിന്നെ ഈ ആള് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ തിരക്കിയൊക്കെ നടന്നിങ്ങനെ ഓരോ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം വരാൻ വേറെ ഇല്ല. ഇതിന് വാദം കൊണ്ട് നടന്നൊരു കൊച്ച, അതിന് വരാനൊന്നും പാടില്ല എൻ്റെ ഒപ്പം. ഞാൻ പിന്നെ രാത്രിയൊന്നും പേടി തോന്നില്ല മോനെ, മകനെ കിട്ടണം എന്നൊരിതിൽ ഞാനും വേറൊരു കൊച്ചും കൂടെ വിളിച്ചുകൊണ്ട് പോയി. ഇവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി, അന്നേരം ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ പേടി തോന്നാതെ 3 മണിയായപ്പോഴും ഞാൻ പോയി. ഒറ്റക്കൊരു വടി കൈ പിടിച്ച് എന്താ പട്ടീനെ പിടിച്ചിട്ട് അപ്പോഴും അവിടെ ചെന്നപ്പോഴൊന്നും കണ്ടില്ല. പിന്നെ വെളുപ്പിന് ഒരു 4-ന് ഒരു 10 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അനിയത്തിയുടെ മകനെ ഞാൻ വിളിച്ച്, മകനെ ഒന്ന് വന്നേ മോനെ, അബീനെ കണ്ടില്ല, ഒരു 11 മണിക്ക് വന്നതാണ്, ഇതുവരെ വന്നിട്ടില്ലെന്നും പറഞ്ഞു. അവനും ഞാനും കൂടെ ചെന്നായിരിക്കുന്നിടത്ത് നോക്കിയിട്ട് അന്നേരവും കണ്ടില്ല എൻ്റെ മകനെ. അപ്പോഴും ഞാൻ പറഞ്ഞു ദൈവം എവിടെ പോയേക്കണമെന്നും പറഞ്ഞ് ഞാൻ വലിയ വേല കരഞ്ഞിട്ട് ഇവന് ഒരു വീട്ടിൽ പോകും, അവിടെ പോയിരിക്കണം. അവിടെയും ചെന്നപ്പോൾ ഞാൻ ഇന്ന് അവരുടെ കൂട്ടുകാരൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓടി കതച്ചാൽ ഞാനിവിടെ വരുന്നത്. വന്നേച്ച് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മരുമകനോട് വന്ന് പറയണത്, എടാ അവിടത്തോളം ബാബുരാമ അവിടെ തൂങ്ങിക്കിടക്കണം. പിന്നെ എനിക്ക് എന്താ നടന്നതെന്ന് എനിക്ക് അറിയില്ല മോനെ. പിന്നെ എനിക്ക് എൻ്റെ എല്ലാ സമതലയും വിട്ടുപോയി. പിന്നെ എനിക്ക് എന്തോ ഉണ്ട്, ഇത്രയാണ് അമ്മച്ചിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു മരവാണ്, അതുമേലായിരുന്നു കത്തെഴുതിയത്. കാരണങ്ങൾ ഇങ്ങനെ അവരുടെ പേരിൽ 3 പേരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി ആര് പുള്ളിക്ക് ഓർക്കണില്ല. അതാ ഇവിടെ ഇരുന്നാ എഴുതിയത്. അപ്പം ഞാനിങ്ങനെ വാതിൽ ചാരിയിട്ടേച്ച് പടം വരക്കാറുണ്ടിരുന്നു. അപ്പം അതാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ കൊച്ചു എഴുതി എടുത്തോണ്ട് കീറിക്കൊണ്ട് പോയത് ഞാൻ കണ്ടില്ല. ആക്രമികൾ ചോദിച്ച കൂട്ടുകാരൻ അതിനുശേഷം വന്നു. കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായ അവന ഈ തല്ലാൻ നടന്ന കൂട്ടുകാരൻ മനു ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പിന്നെ എൻ്റെ മകൻ മരിച്ച് പുറത്തേക്കും ഇറങ്ങിയിട്ടില്ല. ഒരു പരിഹാരം കാണുന്നവരെ എനിക്ക് ജലവെള്ളം ഇറങ്ങില്ല എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ. കാരണം എനിക്ക് പരിഹാരം ഒന്നും കണ്ടെത്തണമല്ല. ഇനി ഇതുപോലെ താഴ്മയായിട്ട് പോയ എന്നെ പോലെ എത്ര അമ്മമാർ കരയും മോനെ, എത്ര അമ്മമാർ കരയാനിരിപ്പുണ്ട്. അവന്റെ വീട് അരൂരാണ്, അവൻ്റെ അമ്മ അവർ താമസിക്കും. പക്ഷെ അവൻ്റെ ചിറ്റയുടെ വീട്ടിലാണ് അവൻ നിൽക്കുന്നത്. ഇവനെ എന്താണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ അക്രമികളെ നമ്മുടെ നാട്ടിൽ വളയാവോ? അത് വരുത്താൻ വേണ്ടി ഇനി നമുക്ക് വരാൻ പോകുന്നത് പാലമാണ്. ഇപ്പം ഇങ്ങനെ പാലം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്തോരം കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കും. ഇനിയുള്ള ആളുകളെ ഇങ്ങനെ ഇതിൽ ശിക്ഷിച്ചുകൊണ്ട് ഇവരെ മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം ഇല്ലാതെ ആണ്. അവരാണെന്ന് അവര് ഞാൻ വന്നവരോട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്, പിൻബലമുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്രമികളെ ഈ നാട്ടിൽ വാഴ്ത്തൂല്ല. പിൻബലം ആരാ? പാർട്ടിയല്ലാതെ ആരാ പിൻബലം കൊടുക്കാനുള്ളത്? ഏത് പാർട്ടിയാണെങ്കിലും പിൻബലം കൊടുത്തെങ്കിലും ഒരു അക്രമികൾ ഈ നാട്ടിൽ ജീവിക്കുകയുള്ളൂ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ബലം കൊടുക്കുന്നത് ആരോ. ഈ വാർഡ് ആരാണ് ഭരിക്കുന്നത്? ജബീഷാണ്. ഈ വാർഡ് 2-ാം വാർഡിൽ ജബീഷാണ്. ഏത് പാർട്ടിയുടെ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ അവരുടെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഈ അക്രമികൾ ഇവിടെ. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല മോനെ. അവരുടെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഉണ്ടോ കോൺഗ്രസിന്റെ ഉണ്ടോ BJPയുടെ ഉണ്ടോ, ആരുടെ പിന്തുണത്തിലാണ് ഇവർ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇനി ഇതുപോലുള്ളൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അത് പാടില്ല. എന്നെപ്പോലെ ഒരു അമ്മ ഏങ്ങിലടിച്ച് കരഞ്ഞ് നീ മക്കൾക്ക് വേണ്ടി ദുഃഖം ഉണ്ടാകരുത്. ഇനി അവര് അത് കഴിഞ്ഞ് അവരൊരു 8 മണി 7:45 ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ഈ തല്ലിയ പാർട്ടി 10-15 പേരുണ്ടായിരുന്നു. അവരെന്നിട്ട് നമ്മുടെ ജെട്ടിയിൽ വളഞ്ഞിട്ടുണ്ടായിരുന്നു. ജെട്ടി വളഞ്ഞ എൻ്റെ അനിയത്തിയുടെ മകൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ നീ എവിടെ പോയാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പണിക്ക് പോകാൻ അവനെ വിട്ടേര്. അവരെ വേറെ ആരോ കാത്തു നിന്നവർ കിട്ടിയില്ല. അപ്പം എൻ്റെ മകൻ അവരുടെ പുറകെ ഓടി ഒന്നിനെങ്കിലും എനിക്ക്, പക്ഷെ കിട്ടില്ല. ഞാൻ ചോദിച്ചു മകൻ എന്താ അവിടുന്ന് തന്നെ? ഞാൻ അവർ വന്നിട്ടുണ്ടായിരുന്ന അമ്മ വീണ്ടും എന്ന് പറഞ്ഞെന്നോട്. ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന
അവൻ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അവൻ അരൂക്കാരനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാണ് അവൻ വിൽപ്പന നടത്തി കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഇനി ഒരു മക്കൾക്ക് വേണ്ട. എനിക്ക് ഇത്രയോ നിങ്ങളോട് പറയാനും സങ്കടം. കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അടിപിടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇവിടെ ഇവിടെ തുടർച്ചയായിട്ട് ഇങ്ങനെ തല്ലും ബഹളവും ഒക്കെ ഉള്ളതാണ്. ഈ സംഘം തന്നെ ഈ ആൾക്കാർ തന്നെ വന്ന് തല്ലിയും വഴക്കുണ്ടാക്കി. ഇനി തല്ലാനൊരു പിള്ളേരില്ല ഈ 2ാം വാർഡിൽ. എന്നിട്ടും പ്രതികരിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പോലീസിൽ പരാതി കൊടുത്തു. പോലീസിലും എല്ലാത്തിലും പരാതി നമ്മൾ കൊടുക്കുന്നുണ്ട്. പരാതി കൊടുത്തു, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു. ഇതിന് ഈ 3 കൊല്ലമായിട്ട് ഈ പരാതിക്ക് ഒന്നും ഇവർ മുൻകൈ എടുത്തിട്ടില്ല. ഇവരിത് കഴിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ പെൻഷനായി വന്നിരിക്കുന്നതാണ് രാമേന്ദ്രൻ എന്ന് പറയുന്നത്. ആ വീട്ടിൽ പണിത് നിന്ന കുട്ടിയെ ഇവരാക്രമിച്ച് വന്ന് അവരെ തെറ്റ് തീർത്തത് എങ്ങനെയെന്നറിയാവോ? 10,000 രൂപയിൽ അടക്കി തീർത്തു. വന്നവർക്ക് കൊടുക്കേണ്ട ഗതി വന്നു. 10,000 രൂപ തല്ലിയ പിള്ളേർക്ക് തല്ല് കൊണ്ട പിള്ളേർ കൊടുക്കേണ്ടി വന്നു. 10,000 രൂപ ഒത്തുതീർപ്പാക്കിയത് അല്ല, പാർട്ടിയൊക്കെ കൂടി തീരുമാനിച്ച് അങ്ങനെ 10,000 രൂപ കെട്ടിവെച്ചാണ് അത് ഈ പിള്ളേർ തല്ലാതെ. വീണ്ടും നമുക്ക് ഒരു ഉത്സവം വന്നാൽ, വേറെ എന്തെങ്കിലും ആഘോഷം വന്നാലും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു മക്കളും ഇല്ലേ, ഒരിടത്തും പോയില്ല ഉത്സവം വന്നിട്ട്. പോകാഞ്ഞ കാരണം ഇവരെ പേടിച്ചിട്ടാ. ഇവിടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്? അല്ല, പോയി. എല്ലാവരും എല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കോളാം, നിങ്ങൾ വോട്ട് ഇതൊന്നും നിങ്ങൾ മുടക്കരുത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരും, എല്ലാ എൻ്റെ മക്കളുടെ കൂട്ടുകാരെല്ലാവരും തീരുമാനിച്ചു വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് 5 മണിക്കുള്ളിൽ വോട്ട് 6 മണി വരെ കൊണ്ട് 5 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് വിവരം അറിയണം, ഇല്ലെങ്കിൽ വോട്ടിന് വരില്ല എന്ന്. അങ്ങനെ വേണ്ടപ്പെട്ടവർ ഞാൻ എനിക്ക് അറിയില്ല കേട്ടോ, വേണ്ടപ്പെട്ടവർ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാവരും പോയി വോട്ട് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അതിന്റെ എന്തെങ്കിലും നടപടികൾ പറഞ്ഞോ? വന്നവര് പറയണത് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, നമുക്ക് പോലീസ് ഇതിലൊന്നും പോലീസുകാരൊന്നും വന്നിട്ടില്ല, നമുക്ക് നടപടി എടുക്കാം, നമുക്കിത് വന്നിട്ടില്ല. അപ്പൊ ഇലക്ഷനാണ്, അതുകൊണ്ട് പോലീസുകാരൊന്നും ഇല്ല. പിന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് കിട്ടണത്, അപ്പോഴത്തേക്കും എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇനി ഒരു പിള്ളേർക്കും ഈ ഗതി ഉണ്ടാവരുത് എന്ന് മാത്രമല്ല, എൻ്റെ ആങ്ങളൊക്കെ വന്ന ഗതി മറ്റൊരു പിള്ളേർക്ക് ഇനി വരരുത് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു തണലായിരുന്നു. ആകെ ഒരു അച്ഛനില്ലാത്ത മകനവനെ എനിക്ക് അതിഞ്ഞി അവൻ നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് ആരും 1 രൂപയുടെ പണിയെടുത്തോണ്ട് വന്നവരും ഈ വാദം കൊണ്ട് തളർന്നു കിടക്കണതിനെ കൊണ്ട് എന്താകും? എന്ത് തരാൻ പറ്റും എനിക്ക്? ഇവരിഞ്ഞി എന്ത് പ്രഖ്യാപിച്ചാലും എനിക്ക് ഇത് ഒരു മകനെ തരാൻ പറ്റുമോ? എനിക്ക് തരാൻ പറ്റുമോ? നാളെ 22 വയസ്സ് അവന് തികയണേന്. ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക്. നാളെ അവൻ്റെ സഞ്ചാരം മാറ്റ് ഞങ്ങൾ എങ്ങനെ സഹിക്കണമെന്ന് പറയാം. എനിക്ക് പാടില്ലാത്തതാ. എൻ്റെ മോളെ നാളെ നോക്കേണ്ടത് അവനാണ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് പ്രതികളെ കിട്ടണം, അത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ട ശിക്ഷ നിയമം കൊടുക്കണം, കൊണ്ടുവരുകയും വേണം. അവരെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇനി പുറം ലോകം കാണിക്കുകയും ചെയ്യരുത്. ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെ എന്താന്ന് വെച്ചാൽ ഇനിയും നമ്മുടെ മക്കൾ വളർന്നു വന്നില്ലേ, അവർക്കൊരിതാകരുത്. വില്യാടായത് എൻ്റെ മകൻ. അതുകൊണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇന്ന് 8 ദിവസമായി വെള്ളമില്ലാതെ എൻ്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് കിടക്കണം, ഈ കട്ടിലേന്ന് ഇറങ്ങാതെ. നാളെയാണ് ബർത്ത്ഡേ അല്ലേ? നാളെയാണ്, ഏപ്രിൽ 29 ജനനം. അന്നാണ്. അപ്പം എന്നോട് ഒരു വാക്കുണ്ട്, അമ്മേ കുറേ പിള്ളേരുണ്ട് അമ്മ എനിക്ക്, അമ്മ പായസമൊക്കെ വെച്ച് അവർക്ക് വരുമ്പോൾ സ്വീകരിക്കണം കേട്ടോ, അവർ വരും. ഞാൻ പറയാം ഓക്കെ മകൻ എന്ത് പറഞ്ഞാലും അമ്മ അതിനൊരു ഇത് കുറവില്ലാത്തതല്ലേ, ഞാൻ ചെയ്തോളാം. അപ്പം ഞാനെന്താ കേക്ക് മേടിക്കാൻ സെപ്പറേറ്റ് പറഞ്ഞാൽ മതിയല്ല, കേക്ക് മേടിച്ചിട്ട് വരുന്നൊരു സെപ്പറേറ്റ് ആയിക്കോട്ടെ, അത് ഞാൻ പറയാതിരുന്നു മകന് വേണ്ടി. അപ്പം അമ്മയുടെ മകനം എന്തെങ്കിലും കാണും, അത് പൊക്കോട്ടെ എന്നും പറഞ്ഞ് സന്തോഷിച്ചിരിച്ച് തുള്ളിക്കളിച്ച് പോയ മോനെ ഇല്ലാതെ ഒരു നിമിഷം മുമ്പ് ഇല്ലാതെ പോയത്. അതെനിക്ക് സഹിക്കാനോ താങ്ങാനോ പറ്റും. ഇതിനിവർ നടപടി എടുത്തില്ല എങ്കിൽ ഇനിയുള്ള അമ്മമാരും ഇത് തന്നെയായിരിക്കും ജീവിതം. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അതിൻ്റെ മുന്നിൽ കളിക്കാതെ ഇതിന് മുന്നോട്ടിറങ്ങി വന്ന് ഈ കൊലയാളികളെ പിടിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള അവരെ ഒരു കാലത്തും നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ കൊള്ളുകയില്ല. കാരണം നമുക്ക് ഇനിയും നമ്മുടെ മക്കൾ വളരാനുണ്ട്. ഇച്ചിരിക്കില്ലാത്ത ഏതാണ്ട് 5-8 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കോളറെ കുടിച്ചിട്ട് അവൻ്റെ വീട് കാണിക്കുമെന്ന് പറഞ്ഞു, അവൻ ഓടിക്കളഞ്ഞു. എനിക്കറിയില്ല ഏട്ടാന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ എൻ്റെ മകൻ ഓടാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടെ ആക്രമിച്ചപ്പോഴത്തേക്ക് ഒരു കൈ പൊക്കാൻ മേലാത്തൊരവസരത്തിലായിപ്പോയി. അങ്ങനെ തളരണ കുട്ടിയല്ല അവൻ. പക്ഷെ
പക്ഷെ അവൻ അതിലായി. തല്ലിയപ്പോ ചോദിക്കാൻ വന്ന ചേട്ടന്റെ കോളറെ കയറി പിടിച്ചവര്. അത് ഈ മെമ്പറും വേറെ ആരോ കൂടി ചെന്നപ്പോ രണ്ടാമത് ചെന്ന് ചേട്ടന്റെ കോളറെ കയറി പിടിച്ചവര്. എന്നിട്ട് ചൂടായി. മെമ്പർ ഒപ്പം ഉണ്ടായിരുന്നു. മെമ്പർ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് മെമ്പറാണ് പറഞ്ഞിട്ട് കൊണ്ടുപോയത് അങ്ങാട്ട്. പോടാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടുപോയത്. ആക്രമിക്കാൻ വന്നവരാ. അവരെയും തട്ടി തകർത്ത് അവരെ കോളറിന് ചിക്കി താൻ ആരാടോന്ന് ചോദിച്ചു. മെമ്പറിനെ അല്ല, മെമ്പറിന്റെ കൂടെ രാജീവ് എന്ന് പറഞ്ഞ. അപ്പൊ അവരെ പോലും അവർക്കൊരു ഇതില്ല അല്ലേ? ഇതില്ല. അത് കാരണം പിന്നെ അവർ ചോദിക്കാനായിട്ട് വന്നില്ല. അവർ കണ്ടു നിൽക്കുന്ന ആളുകളല്ലേ. അങ്ങനെയും ഉണ്ടായി സംഭവം. അമ്മയുടെ പേരെന്താണ്? ഉഷ. ഉഷ. അപ്പോൾ അച്ഛനെ എപ്പോഴാണ് മരിക്കുന്നത്? അച്ഛൻ മരിച്ചതല്ല, അച്ഛൻ ഇട്ടിട്ട് പോയതാണ്. എന്ന് വെച്ചാൽ 3 മാസം ഗർഭമായപ്പോൾ പോയതാണ്. അപ്പോൾ 22 കൊല്ലമായി. കൊല്ലത്തിനകം ജീവിക്കണം ഒരു ജീവിതം. ഞാൻ എത്ര മക്കളാണ്? 2 മക്കളേ ഉള്ളൂ. ഇത് മൂത്തത്, മറ്റേത് ഇളയത്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ഷീജ. ഷീജ. അപ്പോൾ അന്ന് മുതൽ അമ്മ വളർത്തിക്കൊണ്ടുവന്ന മകനാണ്. അന്ന് മുതൽ വളർത്തണമെങ്കിൽ എന്തോരം ഈ അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഒരു അച്ഛൻ്റെ പണിയെടുത്തിട്ടും ഒരു അമ്മയുടെ പണിയെടുത്തും ജീവിച്ച് വളർത്തിയ ഒരു അമ്മയാണ് ഞാൻ. അപ്പം എനിക്കിതിനൊരു മോചനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? പിന്നെ എൻ്റെ മരണമായിരിക്കും ഈ വീട്ടിൽ. അല്ല എൻ്റെ കുടുംബസഹിതം ഞങ്ങൾ മരിക്കും. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയതല്ല. അല്ലാതെ ഞങ്ങളുടെ ജീവനം എടുക്കണമെന്നുള്ള വാശിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം എൻ്റെ ആങ്ങളൊക്കെ നീതി കിട്ടിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരുടെ ആത്മാവിനെങ്കിലും ആ മോക്ഷം കിട്ടണമല്ലോ. അവൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കണം. അപ്പോൾ ഇനി വരുന്ന ഒരു പിള്ളേർക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങിയാണ്. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ സമീപമായിരിക്കും. നോട്ട് കൊടുത്തും പണം കൊടുത്തും അവരെ സ്വാധീനിച്ച് അവർ തള്ളാനാണ് പ്ലാനെങ്കിൽ അത് നടക്കില്ലത്. നടക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും ഇനിയിപ്പോൾ പാർട്ടി നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഒത്തു നിന്നിട്ട് ഇവരെ ഒന്ന് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാരാ ജയിക്കാത്ത ആരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് നീ അവർക്ക് കൊടുത്തോണ്ടല്ലോ എന്നാൽ അവരങ്ങനെ ഇടട്ടെ എന്ന് പറയാൻ പാടില്ല. ഈ രാഷ്ട്രീയത്തിൽ ഒപ്പം നിന്നുകൊണ്ട് ഈ ക്രമങ്ങൾ പിടിച്ച് ഇവരെ ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും പാടില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ടതുപോലെയാണ് മറ്റുള്ള അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടത്. അതെനിക്ക് പറയാനുള്ളൂ മക്കളെ. ഞാൻ അതിരും വേണ്ട. ഞാൻ ഇന്നത്തേക്ക് 8 ദിവസമായി ഉമിനീരും വെള്ളവും ഇല്ലാതെ കിടപ്പ് തുടങ്ങിയിട്ട്. കഴിക്കാൻ പറ്റാണ്ട് അവന് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കണത്. ഇപ്പം നിങ്ങളെ വളർത്തിക്കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മ എന്തോരം വേദനിച്ചിട്ടുണ്ട്. അപ്പം 2 പേരും കൂടെ കഷ്ടപ്പാട് ചെയ്യുന്നിടത്തല്ലേ ഒരമ്മ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന. അപ്പം അമ്മയ്ക്ക് ഒരുപാട് വേദനയില്ലേ? ഈ തല്ലുന്നവന് വേദനിക്കൂല. അതുപോലെ തന്നെ ആയിരിക്കണം. എൻ്റെ മകനെ എങ്ങനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ അതുപോലെ. അപ്പം ഈ 8 പേരെ എൻ്റെ മുന്നിലും കൊണ്ടുവരണം. എന്നിട്ട് എന്തെങ്കിലും ഒരു തല്ലുപിടുത്തത്തിന് പോയവനാണെങ്കിൽ ശരി, അവൻ തല്ലിയിട്ടാണെന്ന്. ഇത് നീ വായ്മനസ് പറയാത്തവനാ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ വീട് കാണിച്ചു തന്നാണ്. ഇതാണ് ഇവരുടെ വാക്യം. തല്ല് ഇത് ഇത്ര മുഴുപ്പുണ്ടായിരുന്നു. ഇവിടെ അടിച്ചതാണ്. അടിക്കും തോറും ഇവൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മൊബൈൽ 15 രൂപ കൊടുത്ത പിന്നെ ആ മൊബൈൽ കിട്ടി. അത് അമ്മ ചെമ്മീങ്കിൽ ലോണ് മേടിച്ച് കൊടുത്തതാണ്. എൻ്റെ കാശ് പോലും അടഞ്ഞ 5-6 മാസങ്ങൾ വഴി തല്ലി നിലത്തിട്ട് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞത്. അറിയാവോ? അതുണ്ടായിരുന്നെങ്കിലും ഇല്ലേ എൻ്റെ മകനെ ഒന്ന് വിളിക്കാമായിരുന്നു എനിക്ക്. അതുപോലും ഇല്ലായിരുന്നു. അതുവരെ നശിപ്പിച്ച് കളഞ്ഞവർ. ഇനി എന്നും ഞാൻ ആ കടം വീട്ടും, എന്നും ഞാൻ ആ കടം വീട്ടിക്കൊണ്ടുവരും. നമുക്ക് മേടിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതേപോലെ അത് ചെമ്മീൻ കിള്ളിയാണ്. അല്ലാതെ എനിക്ക് ആരും കൊണ്ടുവന്നൊന്നും തരാനില്ല 1 രൂപ പോലും. ഞാൻ വലുതാകട്ടെ, അമ്മയുടെ കഷ്ടപ്പാട് മാറി ഞാൻ വലുതാകട്ടെ, എനിക്കൊരു ജോലിയൊക്കെ ആകട്ടെ, അങ്ങനെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തണത്. അപ്പോഴും ഞാൻ എൻ്റെ പൊന്നി അമ്മ തരാം. അമ്മക്ക് മകൻ വലുതാകുമ്പോൾ അമ്മക്ക് തന്നാ, അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന. അപ്പം ഞാൻ എങ്ങനെ സഹിക്കണമെന്ന് നിങ്ങൾ പറയാം. എല്ലാവരും എന്നെ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ സഹിക്കണമെന്ന് പറയാം. ഒരമ്മ എങ്ങനെ സഹിക്കണം? ഒരച്ഛനില്ലാതെ ഇത്രയും ചെറുപ്രായം മുതൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ തല്ലാൻ എല്ലാവർക്കും കഴിയില്ലേ? അതിന് വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയക്കാരും ഇതിന് പുറകോട്ട് പോകാതെ എല്ലാവരും കൂടെ ഒത്തു നിന്നുകൊണ്ട് ഇതുങ്ങളെ പിടിച്ച് ഇതിലടച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എങ്കിലേ എൻ്റെ സങ്കടം തീരുവുള്ളൂ. എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ല എന്നെ അവനെ കൊണ്ടൊന്നും അവിടെ കാണിച്ച് പോലീസുകാരും കൊണ്ട് പോകാൻ പറ്റിയൊന്നുമില്ല. അവനാണ്ട് എനിക്ക് 4 വാക്ക് ചോദിക്കണം. അതേ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വെറുതെ വിട്ടിട്ട് എന്തേ ഞാൻ അവരോട് ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു സന്തോഷം വേണം. മക്കളെ പഠിക്കാൻ പോകാൻ വിടാൻ മേല.
എല്ലാവരും ഒളിവ് വഴിയാണ് പഠിക്കാൻ പോകണം. പഠിക്കണടുത്തിട്ടൊക്കെ കൊണ്ടുവന്ന് അടിക്കുക. ഈ കഴിഞ്ഞിട്ട് 2 പിള്ളേർ പഠിക്കാൻ പോയി, അതുങ്ങളെ ജെട്ടി കൊണ്ട് അടിച്ച്. എന്നിട്ട് എന്താ പറ്റും? ഇപ്പം ഇന്ന് പഞ്ചായത്തിൽ പറഞ്ഞു, വേണ്ടടുത്ത് പറഞ്ഞു, അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. ഇതാണ് നിലപാട് ഇവിടുത്തെ. ഈ നിലപാട് ഇനി മാറ്റിപ്പിടിക്കണം. എന്നിട്ട് നല്ലൊരു നിലപാടിലേക്ക് നമ്മുടെ മക്കളെ നീക്കം ചെയ്യണം. അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അമ്മയ്ക്ക് ഒന്നും പറയാനില്ല. എല്ലാത്തിനും ഇരുന്ന് വരയാണ്. നല്ലോണം വരയ്ക്കുമായിരുന്നല്ലേ? നല്ലപോലെ വരയ്ക്കുമായിരുന്നു. അവർക്ക് അവന് രാത്രിക്ക് ഇതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ അന്ന് ഇതുപോലെ ഈ ബുക്ക് എടുത്തു. അപ്പോൾ നമ്മുടെ വിചാരം പടം വരയ്ക്കാനായിരുന്നു എന്ന് ഓർത്തു. പക്ഷേ അവൻ മരണക്കുറിപ്പ് എഴുതാനായിരുന്നെന്ന് നമുക്കറിയില്ലായിരുന്നു. നല്ലപോലെ പടം വരയ്ക്കാനും അതുപോലെ തന്നെ പോസ്റ്റർ എല്ലാം ചെയ്യുമ്പോൾ പഠിക്കാനും നല്ല കഴിവൊക്കെ. ഇതാണ് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഓ, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പടങ്ങളാണല്ലേ കൂടുതൽ. അനിയനാണെന്ന് ഉണ്ട്. പക്ഷേ ഇത് അനിയനെ പോലെ കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെക്കനാണത്. അതായത് ഇതാണ് മണിക്കുട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് പിള്ളേര് പുള്ളിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് ഈ പിള്ളേരായിരുന്നു. ഈ ചേട്ടനും പിന്നെ ഈ ചേട്ടനും പിന്നെ ഈ ചേട്ടനും കൂടി ആ ഗിഫ്റ്റ് ഒക്കെ അത് കഴിഞ്ഞ ദിവസം ബൂത്തൂര് സ്പീക്കറാണ് വാങ്ങിച്ചു കൊടുത്തത്. കുഞ്ഞു പിള്ളേരാണ്, അവരാണ് വാങ്ങിച്ചു കൊടുത്തത്. ഈ പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ആണ്. തല്ലാൻ നേരത്ത് ഈ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരാണ് കണ്ടത് തല്ലണതൊക്കെ. കണ്ടുവല്ലേ ചേട്ടനെ തല്ലുന്നത്? എന്ത് പറഞ്ഞിട്ടാണ് അവര് തല്ലിയിരുന്നത്? ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് ഓടി വന്ന് ഇടിക്കായിരുന്നു. ആരുടെ വീട്? തല്ലിയവന്റെ വീട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഇതിലേതൊരു സുഹൃത്തിന്റെ വീട് കാണിച്ചു തരാൻ എന്നിട്ട് കാണിച്ചു കൊടുത്തില്ല അഭിച്ചേട്ടൻ. അപ്പ കൊറേ ഇടിച്ച് എന്നിട്ട് സുധീഷ് ചേച്ചനൊക്കെ വന്ന് മാറ്റാനൊക്കെ നോക്കി. എന്നിട്ട് അവര് വന്നിട്ട് അവര് ഇതേപോലെ തന്നെയാണ് അവര് ചെയ്തോണ്ടിരുന്നത്. ഒരു ചേട്ടന്റെ കൊങ്ങൊക്കെ പിടിച്ചവര്. പാർട്ടിക്കാർ വന്നിട്ട് രക്ഷയില്ലായിരുന്നല്ലോ. സുധീഷ് ചേച്ചന്റെ വീടിന്റെ വാദിക്ക വരെ അവര് തല്ലി വിട്ടില്ല. അത് അഭിരാമിന്റെ കൂട്ടുകാരന്റെ വീട് കാണിച്ചതാ എന്ന് പറഞ്ഞിട്ടാണ് തല്ലി തുടങ്ങിയത് അല്ലേ? എന്നിട്ട് പാർട്ടിക്കാർ വന്നിട്ടും രക്ഷ ഉണ്ടായില്ല. ഇല്ല അവരിങ്ങനെ ഇതുമേ പിടിച്ചിട്ട് ഇങ്ങനെ പോയിരുന്നു. ആ ചേട്ടൻ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് കണ്ടില്ല. ഒരു വടി ഉണ്ടായിരുന്നു അവരുടെ. അത് മാത്രമേ കണ്ടുള്ളൂ. എത്ര പേരുണ്ടായിരുന്നു? 8 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു. ഇതുവരെ എന്നെ മോളെ ഒന്നും മാമ വിളിച്ചിട്ടില്ല. അന്ന് മാത്രം ആദ്യമായിട്ട് മോളെ ഞാൻ പോകുക, നമുക്ക് നാളെ രാവിലെ കാണാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അന്ന് രാത്രി ചോറൊന്ന് 10 മണിയായപ്പോ മോളോട് എന്തൊക്കെയോ അവൻ സങ്കടത്തോടു കൂടിയുള്ള നോട്ടമായിരുന്നു എന്ന് മോള് പറഞ്ഞു. അത് കഴിഞ്ഞാണ് മോള് പറയണ, അമ്മേ മാമ വല്ലാത്തൊരു ഇതിലാണ് അമ്മ എന്നോട് വർത്താനം പറഞ്ഞതെന്ന് പറഞ്ഞ്. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിപ്പോയേനെ. നമുക്ക് പിന്നെ ആരും ഇല്ലായിരുന്നു ആ സമയത്തൊന്ന് തിരക്കി പോവാൻ. എന്നുവെച്ചാൽ ആരോടും പറയാനും പറ്റാത്ത ഒരു രാത്രി സമയം. 2 മണി രാത്രിക്ക് പോയി, 12:30 മണി രാത്രിക്ക് പോയി, 3 മണി രാത്രിക്ക് ഒരു അമ്മ പോയി. ഒരു പേടിയും തോന്നിയില്ല ഈ മകനെ തേടി നടന്നത്. പക്ഷെ കണ്ണിപ്പെട്ടില്ല. 4 മണിക്ക് എൻ്റെ അനിയത്തിയുടെ മകനെയും വിളിച്ചുകൊണ്ട് പോയി. അവിടെ എല്ലാം നടന്നു, കണ്ടില്ല. 6 മണിക്കാണ് ഇത് കാണുന്നത്.